Subassembly Composerന്റെ പാർട്ട് 3യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ പോയിന്റ് ലിങ്ക് ഇത് ഉപയോഗിച്ചിട്ട് ഇതിന്റെ പ്രോപ്പർട്ടീസ് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നും ഒക്കെ നമ്മൾ നോക്കിയിരുന്നു. അതിനുശേഷം അത് ഉപയോഗിച്ചിട്ട് നമ്മളൊരു ഷേപ്പ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിനുശേഷം നമുക്ക് ഈ പാക്കറ്റ് സെറ്റിംഗ് എന്താണെന്ന് നോക്കാം. പാക്കറ്റ് സെറ്റിംഗിലേക്ക് വരുന്നു. അതിനുശേഷം ഇവിടെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് പാരാമീറ്റേഴ്സിലേക്ക് വരിക. അതിനുശേഷം ഇവിടെ നമുക്ക് ഇപ്പോൾ ഈ ഒരു ഷേപ്പിനെ നമ്മൾ സാധാരണ സിവിൽ 3Dയിൽ അസംബ്ലി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ ഈ ലൈനിൻ്റെയൊക്കെ സ്ലോപ്പും വിഡ്ത്തും ഒക്കെ നമ്മൾ ചേഞ്ച് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളൊരു ഇപ്പോൾ ഈ ഒരു ലൈനിൻ്റെ സ്ലോപ്പോ വിഡ്ത്തോ ഒക്കെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇത് ഈ ഒരു മൊത്തത്തിൽ ഈ ഒരു ഷേപ്പ് ആ ഒരു സ്ലോപ്പിലേക്കും വിഡ്ത്തിലേക്കും ഒക്കെ മാറുന്നതായിട്ട് നമ്മൾ കാണാൻ പറ്റും. അപ്പോൾ അതേപോലെ നമുക്ക് ഈ സബ് അസംബ്ലി കമ്പോസറിലും ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഈ പാക്കറ്റ് സെറ്റിങ്ങിൽ ഈ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് പാരാമീറ്റേഴ്സിലേക്ക് വന്നതിന് ശേഷം ഇവിടെ നെയിം, ടൈപ്പ്, ഡയറക്ഷൻ, ഡിഫാൾട്ട് വാല്യൂ, ഡിസ്പ്ലേ നെയിം, ഡിസ്ക്രിപ്ഷൻ ഇപ്പോൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് ഇവിടുന്ന് റൈറ്റ് സെലക്ട് ചെയ്യണം. കാരണം നമുക്ക് ഇവിടുന്ന് റൈറ്റിലേക്കുള്ള അസംബ്ലിയാണ് ക്രിയേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ റൈറ്റ് കൊടുത്തു. അതിനുശേഷം ഇവിടെ ഈ ക്രിയേറ്റ് പാരാമീറ്റേഴ്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ പാരാമീറ്റർ 2 ഡബിൾ ഇൻപുട്ട് 0 എന്നിങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഈ പാരാമീറ്ററിൽ ലൈൻ വിഡ്ത്ത് എന്ന് കൊടുക്കുന്നു. അതായത് നമ്മുടെ ലൈനിൻ്റെ വിഡ്ത്ത്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ സൈഡ് എന്നുള്ളതിൽ ഈ ലൈൻ വിട്ട് കൊടുക്കുമ്പോൾ നമ്മളിവിടെ ഇതിൻ്റെ ഇടയിലായിട്ട് സ്പേസ് കൊടുക്കാൻ പാടില്ല. നമ്മൾ എന്ത് ടൈപ്പ് ചെയ്യുമ്പോഴും അത് സ്പേസിൽ ടൈപ്പ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഞാനിവിടെ ലൈൻ വിട്ടെന്ന് കൊടുത്തു. ഇത് നമുക്ക് കോപ്പി ചെയ്യാം. അതിനുശേഷം ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻറ്റഗർ, ഡബിൾ, സ്ട്രിങ്, ഗ്രേഡ്, സ്ലോപ്പ് എന്നിങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ ഈ നമ്മൾ ഡബിൾ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഈ നമുക്ക് ഡെസിമൽ ആയിട്ടുള്ള നമ്പേഴ്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഡബിൾ ആണ് കൊടുക്കാനുള്ളത്. അതിനുശേഷം ഈ റൈറ്റിലേക്ക് വരുന്നു. ഇവിടെ നമുക്ക് ഇപ്പോൾ ഈ ലൈനിൻ്റെ വിഡ്ത്ത് ഒരു 3.6 എന്ന് കൊടുക്കുന്നു. അതിനുശേഷം ഡിസ്പ്ലേ നെയിമിൽ നമുക്ക് ഇത് പേസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഈ ഡിസ്പ്ലേ നെയിം എന്ന് പറയുന്നത് നമുക്ക് ഓരോ സബ് അസംബ്ലീസ് ഒക്കെ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഓരോ ടൂൾ പാലറ്റ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് അതിൽ ഈ ഒരു പേര് കാണിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഏത് ടൂൾ പാലറ്റാണ് എടുക്കുന്നത്, അപ്പോൾ അതുപോലെ നമുക്ക് എന്താണ് അവിടെ കാണിക്കേണ്ടുള്ളത് ആ ഒരു നെയിമാണ് ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് വേണമെങ്കിൽ ഇതിൽ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ഞാനിവിടെ റൈറ്റ് സൈഡിലെ വിഡ്ത്ത് 3.6 കൊടുത്തു. പക്ഷേ ഇവിടെ യാതൊരു ചേഞ്ചസും ഇല്ല. കാരണം നമുക്ക് ഈ ലൈൻ വിഡ്ത്ത് എന്നുള്ളത് ഇതിലെ ഏതെങ്കിലും പോയിന്റ്സുമായിട്ട് നമുക്ക് ലിങ്ക് ചെയ്താൽ മാത്രമേ ഇത് അതിനനുസരിച്ചിട്ട് മാറത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ P2 സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ഡെൽറ്റ എക്സിൽ നമ്മൾ ഈ ലൈൻ വിഡ്ത്ത് എന്നുള്ള അത് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ചോക്ക് കൊടുക്കാം. ഇനി നമ്മൾ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ 1 എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ആ ഒരു ഷേപ്പ് നമ്മൾ കൊടുത്ത വാല്യൂയിലോട്ട് മാറി. അതേപോലെ നമുക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ 3 കൊടുക്കാം. കണ്ടില്ല? അപ്പോൾ അത് ആ ഒരു ഡയമെൻഷനിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ഇവിടെ 3.6 എന്ന് തന്നെ കൊടുക്കാം. അതിനുശേഷം നമുക്ക് അടുത്ത ഒരു പാരാമീറ്റർ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ വീണ്ടും ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമുക്കിവിടെ ഇതിന് നമുക്ക് വിഡ്ത്ത് കൊടുത്തു. ഇനി നമുക്ക് കൊടുക്കാനുള്ളത് ഇതിൻ്റെ തിക്നെസ് ആണ്. അപ്പോൾ ഞാനിവിടെ ലൈൻ തിക്നെസ് എന്ന് കൊടുക്കുന്നു. എന്ന് കോപ്പി ചെയ്യുന്നു. ഇവിടെ വീണ്ടും ഡബിൾ എന്ന് തന്നെ കൊടുക്കുന്നു. അതിനുശേഷം തിക്നെസ് നമുക്ക് ഇവിടെ വേണ്ടുള്ളത് ഒരു 0.3 കൊടുക്കാം.
ഇവിടെ പേസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിനുശേഷം നമുക്ക് തിക്നെസ് വരുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഈ P3 എന്നുള്ള ആ ഒരു പോയിന്റും ഈ ഒരു ലിങ്കും ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക, കണ്ടില്ലേ? അപ്പോൾ P3 ആൻഡ് ലിങ്ക് 2. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസിലേക്ക് പോയതിനു ശേഷം നമുക്ക് ഇവിടെ നമ്മൾ നോക്കിയാൽ അറിയാം, ഇവിടെ ഇത് -y ആണ്. അപ്പോൾ നമ്മളിവിടെ മൈനസ് ഈ ലൈൻ തിക്നെസ് എന്നുള്ളത് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. വീണ്ടും എൻ്റർ കൊടുക്കുക. അതിനുശേഷം ഇവിടെ നമുക്ക് ഇവിടെ വന്നതിന് ശേഷം ഈ ലൈനിൻ്റെ തിക്നെസ് ഇവിടെ നിന്ന് മാറണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കിവിടെ 1 കൊടുത്തു നോക്കാം. കണ്ടില്ലേ, അത് മാറിയിട്ടുണ്ട്. പക്ഷേ നമുക്കിത് ഈ ഒരു ഭാഗം കൂടെ മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലും സെയിം നമ്മളിപ്പോൾ ചെയ്തതുപോലെ തന്നെ ഇവിടെയും ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് വീണ്ടും P4 സെലക്ട് ചെയ്യാം ആൻഡ് ലിങ്ക് 3. അതിനുശേഷം ഇവിടെ വരുന്നു, ഇവിടെ മൈനസിൽ ഈ ലൈൻ തിക്നെസ് എന്നുള്ളത് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. കണ്ടില്ലേ? ഇനി നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഈ വാല്യൂസ് ഈ രണ്ട് സൈഡിലും സെയിം ആയിട്ട് തന്നെ ചേഞ്ച് ആവും. ഇപ്പോൾ നമുക്കിവിടെ 0.3 കൊടുക്കുകയെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, ഇപ്പോൾ ആ ഒരു ഡയമെൻഷനിലോട്ട് മാറി. ഇനി നമ്മൾ വീണ്ടും ക്രിയേറ്റ് പാരാമീറ്റർ എടുക്കുന്നു. ഇതിലേക്ക് നമുക്കിനി സ്ലോപ്പ് കൊടുക്കാം. ലൈൻ സ്ലോപ്പ് കോപ്പി ചെയ്തേക്കാം. അതിനുശേഷം നമുക്ക് അടുത്തായിട്ട് പറഞ്ഞിട്ടുള്ളത് ഈ ഗ്രേഡ് എന്നുള്ളതിലാണ്. നമുക്ക് സ്ലോപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഗ്രേഡ് എന്നുള്ളതിലേക്ക് വരിക. അതിനുശേഷം നമുക്ക് ഇവിടെ സ്ലോപ്പ് വേണമെങ്കിൽ ഇപ്പോൾ 3 എന്ന് കൊടുക്കാം, 3%. അതിനുശേഷം നമ്മളിത് ഈ P2 എന്നുള്ള ആ ഒരു പോയിന്റ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ഈ സ്ലോപ്പിൽ ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഈ ലൈൻ സ്ലോപ്പ് എന്നുള്ളത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഇവിടെ മൈനസ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ 3 എന്നുള്ളത് ഇപ്പോൾ ഈ ഒരു മൈനസ് ഇവിടെ ഉണ്ടായതുകൊണ്ട് നമുക്ക് 3, 4 എന്ന് തന്നെ കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ലൈൻ സ്ലോപ്പ് എന്ന് ഇവിടെ മാത്രം കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വീണ്ടും -+ എന്നുള്ളത് സെലക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് എൻ്റർ ചെയ്യാം. ഇത് നമുക്ക് ഇവിടുന്ന് സ്ലോപ്പ് ചേഞ്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ 6 കൊടുക്കുന്നു, കണ്ടില്ലേ? അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇവിടെ ഇത് ചേഞ്ച് ആവുന്നതായിരിക്കും. ഞാൻ 2 തന്നെ കൊടുക്കുന്നു. ഇനി അതിനുശേഷം ക്രിയേറ്റ് പാരാമീറ്ററിൽ നമുക്ക് ഒരു പാരാമീറ്റർ കൂടി ക്രിയേറ്റ് ചെയ്യാം. വീണ്ടും ഞാൻ ഇതിൽ ലൈൻ നമ്പർ എന്ന് കൊടുക്കുന്നു. ഇത് കോപ്പി ചെയ്യാം. ഇവിടെ നമുക്ക് ഈ ഇൻറ്റഗർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഞാനിവിടെ ഇത് പേസ്റ്റ് ചെയ്യുന്നു. നമ്മളിവിടെ ഈ ലൈൻ സ്ലോപ്പ് പേസ്റ്റ് ചെയ്യാൻ മറന്നു വിട്ടുപോയതാണ്. അതും കൂടെ നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം. കോപ്പി എടുക്കുന്നു. അതിനുശേഷം നമുക്ക് വീണ്ടും ഈ P2 എന്നുള്ള ഈ ഒരു പോയിന്റ് തന്നെ നമുക്ക് വീണ്ടും സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ നമുക്ക് ഈ ലൈൻ വിഡ്ത്ത് എന്നുള്ളതിൽ നമുക്ക് ഇൻറ്റു കൊടുത്തതിന് ശേഷം, അതായത് ലൈൻ വിഡ്ത്ത് ഇൻറ്റു ലൈൻ നമ്പർ നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം. എൻ്റർ കൊടുക്കാം. ഇപ്പം നമുക്ക് ഇവിടെ ലൈൻസ് ഒന്നും കൊടുക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഇപ്പോൾ ഈ ഒരു ഷേപ്പിലോട്ട് മാറിയത്. ഇപ്പോൾ ഇവിടെ നമുക്ക് 1 എന്ന് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്, ഇതിൻ്റെ ഈ വിഡ്ത്ത്, ലൈനിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 3.6 മീറ്റർ ആണ്. അതായത് ഇപ്പോൾ ഈ ലൈൻ വിഡ്ത്ത് 3.6 മീറ്റർ, ലൈൻ നമ്പർ 1. ഇപ്പം നമ്മളിവിടെ 2 എന്ന് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വീണ്ടും ഒരു ലൈൻ ഇവിടെ ക്രിയേറ്റ് ആയി. അപ്പോൾ 3.6 +
3.6. അങ്ങനെ നമുക്ക് ഇവിടെ എത്ര വേണമെങ്കിലും ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ എത്ര ലൈൻസ് ഇവിടെ വേണമെന്നുണ്ടെങ്കിലും ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ലൈൻസിന്റെ ഇവിടുത്തെ മാറണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ചേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങളൂടെ പറയാനുണ്ട്. ഇവിടെ ഈ യെസ് ഓർ നോ സൈഡ്, സൂപ്പർലിവേഷൻ, ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന വർക്കിനനുസരിച്ചിട്ട് നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ ടാർഗറ്റ് പാരാമീറ്റേഴ്സും ഇതിലുള്ള കുറച്ച് കാര്യങ്ങളൂടെ അടുത്ത വീഡിയോയിൽ നോക്കാം.